ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നു, ബുദ്ധിമുട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ഭർത്താവിൻ്റെ അടുത്തല്ല, ഭർത്താവിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ. എന്തിനാ ഈ ഭർത്താവിനെ കൊണ്ട് തന്നെ തിയേറ്ററിൽ പോകണമെന്ന് ആഗ്രഹം? ഒരിക്കലും ഭർത്താക്കന്മാരെ നന്നാക്കരുത്. ആ വ്യക്തി അങ്ങനെയാണ് ആയി, അത്രേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡ് ടെൻഷൻ അടിച്ചു, അപ്പം എനിക്ക് ടെൻഷൻ. എൻ്റെ ഹസ്ബൻഡ് കരഞ്ഞു, അപ്പം എനിക്ക് കരച്ചിൽ. നമ്മൾ എന്തിനേയും നമ്മുടെ സന്തോഷം മൊത്തം കൊണ്ടിട്ട് വേറെ ആൾക്കാരുടെ കൊടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ മക്കൾ പറയാൻ തുടങ്ങി, അമ്മയ്ക്ക് പണ്ടേ നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലിയൊക്കെ എടുത്ത് സ്വന്തമായിട്ട് സമ്പാദിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ 5 രൂപയ്ക്ക് വേണ്ടി അപ്പനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? പേളി മണിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എല്ലാവരും എടുത്തു പറയുന്ന പേളി മണി ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്നത് ശ്രീനിഷ്ഠ പോലത്തെ എപ്പോഴും ബാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ ഉള്ളതുകൊണ്ടാണ്. അത് പേളി മണീന്റെ ലക്കാണ് എന്ന് പറയുന്നവരുണ്ട്. ബുദ്ധിയുള്ള ഭർത്താക്കന്മാർ എന്ത് ചെയ്യും? മിടിക്കുകയാണല്ലോ, എല്ലാം ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ മതി. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ, വിട്ടു, പിന്നെ എന്തായാലും കുഴപ്പമില്ല. ശരിക്കും സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണ്. സെയിം ഇൻസിഡന്റ് ആയിരിക്കും ഭാര്യയ്ക്കും ഭർത്താവിനും. സ്ത്രീക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കും, ഭർത്താവിന് സംസാരിക്കുകയേ വേണ്ട. അപ്പോൾ എന്നാ സംഭവം വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരത്തില്ല. ഭർത്താവും ഭാര്യ എന്ന് പറയുന്നത് ഒരു കുടുംബം, സാമൂഹികപരമായിട്ട് ഒരു കുടുംബമാണ്. പക്ഷെ അവർ 2 കുടുംബം. അവർ ഒരിക്കലും ഒരു രീതിയിൽ ഒരു കാഴ്ചപ്പാടിൽ പോകാൻ പറ്റത്തില്ല. ഒരു സ്ത്രീ നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്, ആക്റ്റീവായിട്ട് നിൽക്കുന്നത്, സമ്പാദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഹസ്ബൻഡിനാണ്. ശരിക്കും ഭർത്താക്കന്മാർ പാവങ്ങളാണ്, അറിയത്തില്ല ചെയ്യാനായിട്ട്. അതാണ് ഇവിടുത്തെ വിഷയം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ, സ്ത്രീകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വിവാഹം കഴിച്ചിട്ട് കുട്ടികളൊക്കെ ആയി വിവാഹം വേണ്ട എന്ന് റീതിങ്ക് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ ഒരു സ്റ്റഡി അനുസരിച്ച് മിഡിൽ ഏജ് ആയിട്ടുള്ള ഹൗസ് വൈഫിനിടയിലാണ് ഡിപ്രഷൻ എന്നുള്ളൊരു സാധനം ഭയങ്കര കൂടുതലായിട്ട് കാണുന്നത് എന്ന് പറയുന്നുണ്ട്. ശരിയാണോ അത്? 100% കറക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഡിപ്രഷൻ്റെ രീതികൾ മിഡിൽ ഏജ് സ്ത്രീകളിലാണ് വളരെ കോമൺ ആയിട്ട് കാണുന്നത്. കാണുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ശരിക്കും ഒന്ന് ആലോചിക്കാൻ തുടങ്ങുന്നൊരു സമയമാണ് അത്. ആ സമയത്താണ് ശരിക്കും ഞാൻ എന്താ ചെയ്തത്, എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്. ഈ സമയത്ത് എന്ന് പറയുന്നത് അതുവരെ ഭർത്താക്കന്മാർ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. ആ സമയത്തിനുള്ളിലായിരിക്കും ചിലപ്പം പ്രസവം, അങ്ങനത്തെ കാര്യങ്ങൾ, കുട്ടികളെ വളർത്തൽ, ഈ പരിപാടിയൊക്കെ ആയിരിക്കും. ആ ഒരു മിഡിൽ ഏജ് ആകുന്ന സമയത്തായിരിക്കും കുട്ടികളൊക്കെ ഒന്ന് വളർന്ന് വലുതായി വരുന്നൊരു സമയം. ആ സമയത്ത് ഇവർക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും കാണത്തില്ല. പക്ഷേ അവകാശപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ജീവിച്ചു, മക്കൾക്ക് വേണ്ടി ജീവിച്ചു, മക്കളെ വളർത്തി, ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കാര്യങ്ങൾ നോക്കി, എല്ലാ കാര്യങ്ങളും നോക്കി. പക്ഷേ എനിക്കൊരു പനി വന്നപ്പം ഇതെന്താ ഇവിടെ ആരും ഇല്ലാത്തേ? കാരണം അങ്ങനെ ഒരു കാര്യങ്ങൾ അതാണ് ആദ്യമേ അത് ചെയ്തു പോകേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതാ പറഞ്ഞു, ആ ഒരു സമയത്താണ് നമ്മൾ ആലോചിക്കുന്നത് തന്നെ. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണം. നമ്മൾ ഹസ്ബൻഡിനോട് പറയാണ്, ഹസ്ബൻഡിന് 100 കൂട്ടം പണിയുണ്ട്. അപ്പം എല്ലാ തവണയും അത് നടക്കണമെന്നില്ല. അപ്പം നോക്കുമ്പോൾ ഞാൻ ഇത്രയും എൻ്റെ ലൈഫ് വരെ ത്യാഗം ചെയ്ത് ഞാൻ ഇരിക്കുന്നു ഇവിടെ. ഞാൻ പലപ്പോഴും എൻ്റെ ഈ ഒരു കുട്ടികളെ വളർത്തുന്നതിൻ്റെ പേരിൽ ഞാൻ ജോലി പോലും നോക്കാതെ നിന്നു. ഭർത്താവിൻ്റെ വീട്ടുകാരെ അപ്പനമ്മയെ നോക്കുന്നതിൻ്റെ പേരിൽ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചു. എനിക്ക് മര്യാദയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് പോലും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇത്രയും ത്യാഗങ്ങൾ ചെയ്തിട്ടും ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ പറയാൻ തുടങ്ങും, അതിന് അമ്മയോട് ആരാ പറഞ്ഞേ ഇങ്ങനെ ചെയ്യാൻ, അമ്മയ്ക്ക് ചെയ്തുകൂടായിരുന്നോ? അപ്പം അതൊക്കെയാണ് ഈ പറയുന്ന സ്റ്റിമുലേഷൻസ് വരുന്നത്. അപ്പം നോക്കുമ്പോൾ അത്രയും നാളും കെട്ടിയോനില്ലെങ്കിൽ മക്കളെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ മക്കൾ പറയാൻ തുടങ്ങി, അമ്മയ്ക്ക് പണ്ടേ നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലിയൊക്കെ എടുത്ത് സ്വന്തമായിട്ട് സമ്പാദിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ 5 രൂപയ്ക്ക് വേണ്ടി അപ്പനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനത്തെ കുറേ സ്ട്രാറ്റജികൾ കയറി വരുമ്പോൾ ഇനി ഒരു 30-40 വയസ്സായി കഴിയുമ്പോൾ ഇനി ഏത് ജോലി ചെയ്യാനാ? നമ്മളെ മൊത്തത്തോടെ ട്രാക്ക് അങ്ങ് മാറിപ്പോയി. പഠിച്ചത് എന്തോ ചിലപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടിരിക്കുന്ന ആളായിരിക്കും. പക്ഷേ ആ 10 കൊല്ലം മാറിയപ്പോൾ തന്നെ എന്താ പഠിച്ചത്, എന്താ ഞാനിനി മുന്നോട്ട് ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ എഞ്ചിനീയറിംഗ് പഠിച്ചാണെങ്കിൽ ഇപ്പോഴും മൊബൈലിൽ വിൽക്കാനുള്ള ആൾക്കാരും സൊമാറ്റോയിലും ഒക്കെ നടക്കുന്നവരാണ് ഭൂരിഭാഗവും. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു വീട്ടിലുള്ള വീട്ടമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആകുമ്പോഴാണ് ഞാൻ മുന്നോട്ട് എങ്ങനെ ജീവിക്കാം, അങ്ങനത്തെ ഒരു ചിന്ത വരുമ്പോഴാണ് ഈ ഡിപ്രഷൻ കയറുന്നത്. കാരണം ബ്ലാങ്ക, ഒന്നും കാണത്തില്ല ഇല്ല. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് എന്താണോ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, അതിന് എന്തൊക്കെയാണ് ജോലി ഓപ്ഷൻസ് ഉള്ളത്, സ്വന്തമായിട്ട് അധ്വാനിക്കാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നേരത്തെ ഒരു സൈഡിൽ കൂടെ ചെയ്ത് വെച്ചേച്ച് അത് സ്വരൂപിച്ച് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ രീതിയിൽ പോയെങ്കിൽ മാത്രമേ സ്റ്റേബിൾ ആവത്തുള്ളൂ. പിന്നെ നമ്മൾ എന്തിനേയും നമ്മുടെ സന്തോഷം മൊത്തം കൊണ്ടുപോയിട്ട് വേറെ ആൾക്കാരുടെ കൊടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ടെൻഷൻ അടിച്ചു, അപ്പോൾ എനിക്ക് ടെൻഷൻ. എൻ്റെ ഹസ്ബൻഡ് കരഞ്ഞു, അപ്പോൾ എനിക്ക് കരച്ചിൽ. എൻ്റെ മക്കൾക്ക് ഇതായി, അപ്പോൾ എൻ്റെ ഉറക്കം പോയി. ആവശ്യത്തിനൊക്കെ ഓക്കെയാണ്. ഇത് പലപ്പോഴും എന്ന് പറഞ്ഞാൽ മൊത്തത്തോടെ ഡിപ്പെൻഡ് ആയി കിടക്കുന്നതാണ്. അങ്ങനെ കടന്നു കഴിഞ്ഞാൽ എന്നാ സംഭവം എന്ന് വെച്ചാൽ അവരവർക്കൊരു സന്തോഷം പോലും ഇല്ല.
സ്വന്തമായിട്ടൊരു ഡ്രസ്സ് ഇടാനോ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബോഡി ഷേപ്പ് ശ്രദ്ധിക്കത്തില്ല. കല്യാണം കഴിക്കുന്ന മുമ്പൊക്കെ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്ന പല ആൾക്കാരും കല്യാണം കഴിച്ച് ഒരു 8-10 കൊല്ലം ആകുമ്പോഴത്തേനും ടോട്ടലി ആളെ മാറി. അപ്പോൾ നമ്മുടെ ഇപ്പം പലപ്പോഴായിട്ട് നമ്മൾ കോളേജിൽ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് നടന്ന പലരും ഉണ്ട്. അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇതാകുമ്പോൾ ടോട്ടലി മാറിപ്പോയി. അവർ അത്രയും കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ അത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. ആ സമയത്ത് നമ്മൾ അത്രയും മെൻ്റൽ സപ്രഷനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ നമ്മുടെ സന്തോഷം ആരുടെ കൊടുക്കാതിരിക്കുക. നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക. ആ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക, വളരാനുള്ള വഴികൾ കണ്ടെത്തുക. ഭർത്താവും ഭാര്യ എന്ന് പറയുന്നത് ഒരു കുടുംബം, സാമൂഹികപരമായിട്ട് ഒരു കുടുംബമാണ്. പക്ഷെ അവർ 2 കുടുംബമാണ്, 2 ജീനാണ്, 2 രീതികൾ ജീവിച്ചവരാണ്. അവർ ഒരിക്കലും ഒരു രീതിയിൽ ഒരു കാഴ്ചപ്പാടിൽ പോകാൻ പറ്റത്തില്ല. കാണും ഒരു 5%, പക്ഷെ 95% അങ്ങനെ അല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കാഴ്ചപ്പാടെല്ലാം ഐഡിയ കിട്ടുന്നത് ഈ ഒരു സമയത്താണ്. അന്നേരമാണ് ടോട്ടൽ കൈവിട്ടു പോകുന്നത്. അതിനെ വളരെ രീതിയിൽ അങ്ങ് ഹാൻഡിൽ ചെയ്താൽ മതി. അതിനെ മാനേജ് ചെയ്ത് ഓക്കെ ഇങ്ങനെയാണ്, ഇതാണ് റിയാലിറ്റി, ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇനി ആരോടാണ് ഞാൻ ഹെൽപ്പ് ചോദിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഭർത്താവിനോട് തന്നെ ഹെൽപ്പ് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ലൈഫിനുള്ള ഫ്യൂച്ചറിൻ്റെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത് തരും. ഭർത്താവിന് ചിലപ്പം അത് മനസ്സിലാകാനുള്ള കപ്പാസിറ്റി ഇല്ല. ഭൂരിഭാഗം പുരുഷന്മാരിൽ അതാണ്. ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. അല്ലാതെ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും 90% ആൾക്കാർക്കും ഇല്ല. അങ്ങനെ ഉള്ളപ്പോൾ എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം വാ തുറന്ന് ചോദിക്കുക, എനിക്കിതാണ് വേണ്ടത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ആകുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യും. അത്രേ ഉള്ളൂ. അല്ലാതെ ശരിക്കും ഭർത്താക്കന്മാർ പാവങ്ങളാണ്, അറിയത്തില്ല ചെയ്യാനായിട്ട്. അതാണ് ഇവിടുത്തെ വിഷയം. ഡോക്ടർ ഭാര്യ എന്താ പറയാറ്? എൻ്റെ ഭാര്യ ഇപ്പം ഫുള്ളി എന്താ പറയുക അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലാണല്ലോ. ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ക്ലിനിക്ക് കൺസൾട്ടേഷൻ എന്നൊക്കെ പറഞ്ഞയച്ച് ഈ ഒരു രീതിയിൽ ഓടി നടക്കുമ്പം വൈഫും ഡോക്ടറാണ്, വൈഫും കൺസൾട്ടേഷൻസ് കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അക്കൗണ്ട്സും അഡ്മിനിസ്ട്രേഷനുമായിട്ടാണ് മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്നെ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പം അങ്ങനെ ഒരാൾ എൻ്റെ ലൈഫിൽ ഉള്ളത് കൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. പല സ്ത്രീകളും ചെയ്യുന്ന ഒരു കോമൺ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ പല ഇഷ്ടങ്ങളും ചിലപ്പം അവരുടെ ഭർത്താവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അവർ ത്യാഗം ചെയ്യും. അപ്പം അങ്ങനെ ത്യാഗം ചെയ്ത് അവർ നിൽക്കുമ്പോൾ നമ്മളത് കൺസിഡർ ചെയ്താൽ മതി. ശരിയാണ്, ഇവർ ഈ നമ്മുടെയും കൂടെ ഒരു ഇതിന് വേണ്ടിയിട്ടാണല്ലോ ഇവർ ചെയ്യുന്നതെന്നുള്ളൊരു കൺസിഡറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഓക്കെയാണ്. ഇതെല്ലാം ചെയ്ത് വെച്ച് ഒരു മൈൻഡും ഇല്ലാതെ വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പം എൻ്റെ ഫാമിലിയിൽ എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമില്ല വൈഫിന് അക്കൗണ്ട്സ് നോക്കാനും കണക്ക് നോക്കാനും. പക്ഷേ എന്നാന്ന് വെച്ചാൽ ഈ ഇത്രയും ക്ലിനിക്സും അതിൻ്റെ മന്ത് ഉണ്ടാകുമ്പോഴത്തേനും സാലറി വേണം. 63ഓളം ഡോക്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ കുറേ സ്റ്റാഫുകളുണ്ട്, അതേപോലെ തന്നെ മെഡിസിൻ പേയ്മെൻറ്റ്സ് കാര്യങ്ങൾ, പിന്നെ ESI PF എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾ അതിൻ്റെ പുറകെ നിന്നെങ്കിലേ നടക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ആകുമ്പോൾ വൈഫ് എന്ത് ചെയ്ത് ഇതെല്ലാം പഠിച്ചു. എന്താണ് GST, എന്താണ് ഇൻകം ടാക്സ്, എന്താണ് TDS, ഈ സാധനങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി ചെയ്തത് കൊണ്ട് അങ്ങനെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇതെല്ലാം ചെയ്തേച്ച് കൺസൾട്ട് ചെയ്ത ആൾ വന്നിട്ട്, ഞാൻ കൺസൾട്ടേഷൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരാളാണ്. എനിക്കിവിടെ പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയാത്ത പോലും ഇല്ല. അപ്പോൾ ആ മാനേജ് ചെയ്യുന്നത് ഒരാളാണ്. അതായത് അങ്ങനെ ഒരു ലൈഫ് പാർട്ട്ണർ കിട്ടിയത് കൊണ്ട് മാത്രം സക്സസ്ഫുൾ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഇത് വന്നെങ്കിൽ നമുക്ക് നമ്മുടെ ടോട്ടൽ ഇതിനെ ബാധിക്കും അത്. അപ്പോൾ എപ്പോഴും ഒരു ബിസിനസ്സിൽ 2 പേര് ഒരുമിച്ച് നിൽക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതിനകത്തൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എല്ലാത്തിനകത്ത് ഇടപെട്ടാലാ പ്രശ്നം. അപ്പം ഞാൻ പറയുകയാണ് എനിക്ക് ഇതേ അറിയത്തുള്ളൂ, ഞാൻ ഇതേ ചെയ്യത്തുള്ളൂ, ഓക്കെ ശരി, ഇതിനകത്ത് ഇടപെടരുത്. അതിനകത്ത് ഒരു അഭിപ്രായം പറയുമ്പോഴാണ് പ്രശ്നം. അപ്പം ആ കാര്യങ്ങൾ ശരിക്കും സ്ത്രീകൾ വളരെ നീറ്റായിട്ട് മാനേജ് ചെയ്യുന്നറിയാം. അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനും അറിയാം, ഇംപ്ലിമെൻ്റ് ചെയ്യാനും അറിയാം. അതിനുള്ള സ്പേസ് കൊടുത്താൽ മതി. നമ്മൾ അതിനകത്ത് കയറി എല്ലാത്തിലും ഇടപെടുമ്പോഴാണ് ഈ പ്രശ്നം. നമുക്കത് പുരുഷന്മാർക്കൊരു തോന്നലുണ്ട്, സ്ത്രീകൾക്ക് ഇങ്ങനെ അതൊക്കെ കപ്പാസിറ്റി ചെയ്യാൻ അറിയാവോ, അതൊക്കെ പറ്റുമോ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അവളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഡ്രൈവിങ്, അത് ഡ്രൈവിങ് കണക്കാ, ഒന്നുമല്ല. ഏറ്റവും നീറ്റായിട്ട് ഡ്രൈവ് ചെയ്തോളും, ഏറ്റവും നന്നായിട്ട് ഫാമിലി നോക്കിക്കോളും, ഏറ്റവും നന്നായിട്ട് ബിസിനസ് നോക്കിക്കോളും, അക്കൗണ്ട്സ് നോക്കിക്കോളും. ഒരാളെ ഏറ്റവും നന്നായിട്ട് ജഡ്ജ് ചെയ്യാനും പറ്റും. ഇപ്പോൾ എൻ്റെ വൈഫ്, ഞാൻ ആരോടെല്ലാം സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ആ വ്യക്തി ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ വൈഫ് പറയും അതെ ആളത്ര പോരാ. അപ്പോൾ ഈസിയായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് സ്ത്രീകൾ. ഉണ്ട്. ചില കാര്യങ്ങൾ ഞാനത് കേൾക്കാതെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ
പിന്നെ അത് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വൈഫ് എടുത്ത് പറയും ഞാൻ അന്നേ പറഞ്ഞത് അതാണ് കാര്യം. അപ്പം അങ്ങനത്തെ കുറച്ച് കഴിവുകളൊക്കെ ഉള്ളത് കൊണ്ട് ഭൂരിഭാഗം കഴിവുകൾ നമുക്ക് എല്ലാത്തിനെയും മാനേജ് ചെയ്യാൻ പറ്റും. ഫാമിലി മാനേജ് ചെയ്യാം, വീട്ടുകാരെ മാനേജ് ചെയ്യാം, നാട്ടുകാരെ മാനേജ് ചെയ്യാം, ബിസിനസ് മാനേജ് ചെയ്യാം, വീട്ടിൽ ഫുഡ് കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോൾ നമ്മൾ ആ കൺസിഡറേഷൻ കൊടുത്താൽ ഓക്കെ മിടുക്കിയാണ്, കഴിവുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഇത്ര മതി. അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ആ ബുദ്ധിയുള്ള ഭർത്താക്കന്മാർ എന്ത് ചെയ്യും? മിടുക്കിയാണല്ലോ, എല്ലാം ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ മതി. ശരിക്കും സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണ്. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ വിട്ടു, പിന്നെ എന്തായാലും കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ പറയാത്ത സ്ഥലത്താണ് ആർഗ്യൂ ചെയ്യാനും സ്ഥാപിക്കാനും ഞാൻ ഇതാ സംഭവമാണെന്നൊക്കെ കാണിക്കാനും പോകുന്നത് അന്നേരമാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും ആ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോയാൽ നല്ലതാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഒരേപോലെ ഇരിക്കണം എന്നില്ല. സ്വഭാവങ്ങൾ മാറും, രീതികൾ മാറും, ചിലപ്പോൾ പിണങ്ങി നിൽക്കാം, വഴക്കുണ്ടാക്കാം, ഓക്കെ കുഴപ്പമില്ല. അപ്പം രണ്ട് മനുഷ്യരല്ലേ, അങ്ങനെ തന്നെ കാണും. അപ്പം എൻ്റെ ഒരു വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് എൻ്റെ കുടുംബം നിലനിൽക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണക്കാരി എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയാണ്. കാരണം പിള്ളേരുടെ അഡ്മിഷന് പോലും എനിക്ക് സ്കൂളിൽ ചെന്നാൽ പോലും ഇന്ന സ്കൂളാണെന്നറിയാം, അല്ലെങ്കിൽ ഇന്ന ക്ലാസ് ആണെന്നറിയാം. അതിൻ്റെ A to Z കാര്യങ്ങൾ ചെയ്യുന്നത് വൈഫാണ്. അപ്പോൾ വീട്ടിലെ ആ ഒരു അറ്റ്മോസ്ഫിയറും ഇതെല്ലാം മാനേജ് ചെയ്ത് പോകുന്ന ഒരാളാണ്. ഇപ്പം ഞാനിപ്പം ജോൺ മരീൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡറാണ്, ഒരു ഫേസ് ആണ്. പക്ഷെ അതിൻ്റെ സ്പൈൻ നട്ടൽ എന്ന് പറയുന്നത് വൈഫാണ്. ആ നട്ടലില്ലെങ്കിൽ ഫേസ് എന്ന് ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഫാമിലിയാണ്, വഴക്കില്ല, ബഹളമില്ല, അങ്ങനൊന്നുമല്ല. എല്ലാ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ആരും പെർഫെക്റ്റ് അല്ലല്ലോ. ജനിച്ച രീതികൾ വേറെ ആയിരിക്കാം, വളർന്നു വന്ന രീതികൾ വേറെ ആയിരിക്കാം, പഠിച്ച രീതികൾ വേറെ ആയിരിക്കാം. അതുകൊണ്ട് എന്നാ സംഭവം എന്ന് വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി. ആ മനുഷ്യൻ ഇങ്ങനെയാ, ഓക്കെ, അതങ്ങ് അംഗീകരിച്ചാൽ മതി. ഈ 40ാമത്തെ വയസ്സിൽ എന്തിനാ നന്നാക്കാൻ പോകുന്നേ? അവിടെയാ പ്രശ്നം. നമ്മൾ ഒരാളെ നന്നാക്കിയേ അടങ്ങും, നന്നാവില്ല. ഒരു 5ാമത്തെ വയസ്സിലാണെങ്കിൽ ഓക്കെ വർക്കൗട്ട് ആക്കാൻ നോക്കാം. ഈ ഇത്രയും പ്രായം കഴിഞ്ഞ വെച്ച് വീണ്ടും സ്ത്രീകളുടെ ഉറക്കം പോകുന്ന അവിടെയാ. ഭർത്താക്കന്മാർ നന്നാക്കാൻ നടക്കും. ഒരിക്കലും ഭർത്താക്കന്മാരെ നന്നാക്കരുത്. ആ വ്യക്തി അങ്ങനെയാണ്, അത്രേ ഉള്ളൂ. ആ നന്നാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഉറക്കം പോകുന്നത്, ആ നന്നാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ സമാധാനം പോകുന്നത്, ആ നന്നാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹെൽത്തും പ്രശ്നം വരുന്ന, മുടി കൊഴിച്ചിലുണ്ടാകുന്ന, വെയിറ്റ് കൂടുന്ന എല്ലാ ആരോഗ്യ പ്രശ്നവും ഈ നന്നാക്കൽ പരിപാടിയാണ്. നന്നാക്കരുത്, അങ്ങനെ തന്നെയാണ്. അതങ്ങ് ഉൾക്കൊണ്ടാൽ മതി. എന്നിട്ട് അവനവൻ്റെ സന്തോഷത്തിന് എന്താ വേണ്ടത് അതൊക്കെ നോക്കി ജീവിച്ച് പോയാൽ മതി. ഒരുമിച്ച് ഒരേ വീട്ടിൽ ജീവിക്കുന്ന ഒരു കുഴപ്പമില്ല, ഫ്രണ്ട്സായിട്ട് തന്നെ വെക്കൂ. അത് വലിയ നമ്മൾ അതിനകത്ത് ഓവർ ചെയ്യാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നം. കുറച്ച് കാഷ്വലായിട്ട് എടുക്കുന്നതാണ് സന്തോഷം. ഇപ്പം കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളായാലും അല്ലെങ്കിലും ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് പേളി മണി. പേളി മണിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എല്ലാവരും എടുത്തു പറയുന്നത് പേളി മണി ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്നത് ശ്രീനിഷിനെ പോലത്തെ എപ്പോഴും ബാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ ഉള്ളതുകൊണ്ടാണ്. അത് പേളി മണീൻ്റെ ലക്കാണ് എന്ന് പറയുന്നവരുണ്ട്. ശരിക്കും ഒരു ഫാമിലി ലൈഫ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഈക്വൽ കൊടുക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഒരു ഹസ്ബൻഡ് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ആകുന്നു, വർക്ക് ചെയ്യുന്നു, സക്സസ്ഫുൾ ആകുന്നു, സമ്പാദിക്കുന്നു, എല്ലാവരുടെയും പ്രീതി സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് വൈഫിൻ്റെയാണ്. വീട്ടിൽ സമാധാനം സ്വസ്ഥത ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പരിധി കൂടുതൽ ഒരു വ്യക്തിക്കും പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഒരു വൈഫ്, ഒരു സ്ത്രീ നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്, ആക്റ്റീവായിട്ട് നിൽക്കുന്നത്, സമ്പാദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഹസ്ബൻഡിനാണ്. ഇല്ലെങ്കിൽ മോളാണെന്നുണ്ടെങ്കിൽ അപ്പനാണ്. അത് എപ്പോഴും അങ്ങനെയാണ്. ഇപ്പം മക്കളുടെ കാര്യത്തിലാണെങ്കിലും അപ്പന്മാർ കുറച്ചുകൂടെ ലിബറലാണ്, ഫുൾ സപ്പോർട്ട് കൊടുക്കും. അമ്മമാർ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അത് വേണ്ട, ഇത് വേണ്ട, അത് ചെയ്ത് പറയും. പക്ഷേ അപ്പം പറയും കുഴപ്പമില്ല, ചെയ്തു എന്നുള്ള രീതി പറയും. ഇതേ ട്രാക്ക് തന്നെയാണ് ഹസ്ബൻഡിൻ്റെ വൈഫിലും. അതാ പറഞ്ഞത്, ഈ അവരവർക്ക് ഉള്ള പോസിറ്റീവ് എന്താണോ അത് കൺസിഡർ ചെയ്ത് അതിനെ അങ്ങ് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക, നെഗറ്റീവ് എന്താണോ അതിനെ നന്നാക്കാതിരിക്കുക. ഈ ട്രാക്കാണെങ്കിൽ ഓക്കെയാണ്. അതിപ്പോൾ എത്ര വലിയ സെലിബ്രിറ്റീസ് ആയാലും എത്ര സാധാരണക്കാരനായെന്ന് പറഞ്ഞാലും ഏകദേശം സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്, പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരുഷനാണ്. പക്ഷേ ഈ എഡ്യൂക്കേഷൻ്റെ ഒരു രീതി അനുസരിച്ച്, വളരുന്ന രീതി അനുസരിച്ച് ഇവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നവർക്കാണ് നിലനിൽക്കാൻ പറ്റുന്നത്. ചില ആൾക്കാർക്ക് ചിലപ്പം സക്സസ് വരുമ്പോഴത്തേനും ട്രാക്ക് അങ്ങ് മാറിപ്പോവും. അതുവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ചിലപ്പം മൈൻഡ് ചെയ്യണമെന്നില്ല, അതുവരെ എന്താ പറയുക പ്രൊമോട്ട് ചെയ്തവരെ ചിലപ്പോൾ തഴയാനും മതി. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അത് ചില ആൾക്കാർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അത് ചിലപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ആണും പെണ്ണും ഒരിക്കലും ഈക്വൽ അല്ല. അത് സോഷ്യലി ഈക്വൽ ആയിരിക്കാം, റൈറ്റ്സ് പരമായിട്ട് ഈക്വൽ ആയിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ രണ്ട് ജീനാണ്.
ഫിസിയോളജിക്കലി ടോട്ടലി ബയോളജിക്കലി ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെ വരുമ്പം നമ്മുടെ പീരീഡ്സ് കഴിഞ്ഞ ഉടനെയുള്ള ശാരീരിക രീതി മാനസികാവസ്ഥയും വേറെ ആയിരിക്കും. ഓവുലേഷൻ്റെ സമയത്തുള്ളത് വേറെ ആയിരിക്കും, പീരീഡ്സിന് തൊട്ട് മുമ്പുള്ള സമയത്തിൻ്റെ വേറെ ആയിരിക്കും, പീരീഡ്സിൻ്റെ സമയത്ത് വേറെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഹോർമോണൽ വേരിയേഷൻ്റെ സമയത്തും ഇങ്ങനെയാണ്. അപ്പം പുരുഷന്മാർക്ക് ചിലപ്പം കഴിയുന്നതും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ടെൻഷൻ വന്നു, സ്ട്രെസ് വന്നു, അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആയി, അവർക്ക് ഇഷ്ടം എന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ ഇഷ്ടം എന്ന് പറയുന്നത് ഒന്ന് മാറിയിരുന്നാൽ മതി, ആരോടൊന്നും മിണ്ടണ്ട, ഇനി ആരും മിണ്ടണ്ട, ഞാൻ സ്വസ്ഥമായിട്ടും തിരുന്നോട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. സ്ത്രീകളെന്ന് പറയുന്നത് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത്. സെയിം ഇൻസിഡൻ്റ് ആയിരിക്കും ഭാര്യയ്ക്കും ഭർത്താവിനും. സ്ത്രീക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കണം, ഭർത്താവിന് സംസാരിക്കുകയേ വേണ്ട. അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരത്തില്ല. അപ്പോൾ വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞ കേൾക്കാൻ, നിങ്ങൾക്ക് എന്താ എന്നോട് സംസാരിക്കാൻ? നിങ്ങൾ പോയിട്ട് അവിടെ മാറിയിരിക്കുമല്ലോ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലേ, ഞാൻ കല്യാണം കഴിച്ചത് നാളായപ്പോൾ എന്നോടുള്ള ഇത് പോയോ, ഇങ്ങനത്തെ സാധനങ്ങൾ കയറി ഇതൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ പുരുഷൻ ചിന്തിക്കുന്നത്. ഹസ്ബൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കിവിടെ തലപെരുത്തിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഇത് കേൾക്കത്ത പോലുമില്ല. അവസാനം കുറേ പറഞ്ഞു കഴിയുമ്പോൾ എന്താ പറഞ്ഞേ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അത് ഭയങ്കര പ്രശ്നം. അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേ എന്ന രീതി വരും. അതിനെന്നാ ചെയ്യേണ്ടത്? ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നു, ബുദ്ധിമുട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ഭർത്താവിൻ്റെ അടുത്തല്ല, ഭർത്താവിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളിലാണ് അത് ചെയ്യേണ്ടത്. എപ്പോഴും ഭർത്താവ് എന്ന് പറയുന്നൊരു സംഭവം ആവത്തില്ല. ഭർത്താവിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ ഭർത്താവിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഭാര്യയുടെ അടുത്ത് ഇപ്പം സെയിം ഇൻസിഡൻറ്റ്, ഒരു 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു ഒരു ഫാമിലിക്ക്. അപ്പോൾ ഭാര്യയും ഭർത്താവുമാണ് കൺസൾട്ടേഷൻ വന്നത്. ഭർത്താവ് പറഞ്ഞു ഒരു 5 ലക്ഷം രൂപ പോയി, അത് പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യാനാ എന്ന് പറഞ്ഞു. പക്ഷെ ആ 5 ലക്ഷം പോയ സമയം തൊട്ട് ഇവിടെ ഉറക്കമില്ല ഭാര്യയ്ക്ക്. ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം പോയി, ഭർത്താവിന് അത്രയും ടെൻഷൻ ഇല്ല, ഭാര്യയ്ക്ക് ടെൻഷൻ. ഇത് കയറിയത് കൊണ്ട് തന്നെ ഉറക്കമില്ല, ആ 5 ലക്ഷം പോയ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ എടുക്കുന്ന രീതികൾ, ഇപ്പോൾ തൈറോയ്ഡ് പ്രശ്നം കാണാം, ഗട്ട് റിലേറ്റഡ് ഇഷ്യൂ കാണാം, ഹോർമോണൽ പ്രശ്നം കാണാം, പലതും കാണാം. അപ്പം 2 കൂട്ടർ എടുക്കുന്ന 2 രീതിയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇവ രണ്ടും ഒരാളല്ല, ഒരിക്കലും അങ്ങനെ ആവാനേ പറ്റത്തില്ല. അവരവർക്ക് അവരുടെ സ്പേസ് കൊടുത്താൽ മതി. ആ സ്പേസിൽ ഒരു 100 രൂപയുള്ളൂ ഒരാളുടെ അടുത്ത്, ആ വ്യക്തിയോട് നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കാം നിങ്ങൾക്ക് 500 രൂപ തന്നാൽ എന്താ എന്ന് ചോദിക്കുന്ന പോലെ. അതെങ്ങനെയാണ്? ഒട്ടും സിനിമ ഇഷ്ടപ്പെടാത്ത ഭർത്താവുണ്ട്, ഭാര്യയ്ക്കാണെങ്കിൽ സിനിമ ഭയങ്കര ഇഷ്ടമാണ്, ഭർത്താവ് തിയേറ്ററിൽ പോകത്തില്ല. എന്തിനാ ഈ ഭർത്താവിനെ കൊണ്ട് തന്നെ തിയേറ്ററിൽ പോകണമെന്ന് ആഗ്രഹം? ആങ്ങളെ കാണും, ഫ്രണ്ട്സ് കാണും, ആരും കാണത്തില്ലേ? സിനിമ ആസ്വദിക്കുന്ന ആളുടെ കൂടെ സിനിമക്ക് പോയിട്ടല്ലേ കാര്യമുള്ളൂ. ഒരു ഭക്ഷണം, ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം, ഇഷ്ടമില്ല, ഓക്കെ, ഇഷ്ടമില്ല, എന്തിനാ കിടന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ആ വ്യക്തി ജീവിച്ചത് എങ്ങനെയാണ്, ആ വ്യക്തിയുടെ കാഴ്ചപ്പാടെ എങ്ങനെയാണ്? അപ്പം അതിൽ നിന്ന് എന്തിനാ നമ്മളിങ്ങനെ നന്നാക്കാൻ നടക്കുന്നത്? ഓക്കെ, ഇല്ലേ, വേണ്ട, ഞാൻ പോവാം. ആ ട്രാക്കിലേക്ക് വന്നെങ്കിലേ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ വ്യക്തിയുടെ കയ്യിൽ പല കഴിവുകളില്ല. പിന്നെ നിങ്ങൾക്ക് കാണിച്ചാൽ എന്താ, നിങ്ങൾക്ക് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് ചെയ്താൽ എന്താ എന്ന് എന്തിനാ ചോദിക്കുന്നേ? ആ വ്യക്തിയുടെ കയ്യിൽ ഇല്ല. അപ്പം എന്തിനാണ് 500 രൂപ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? 100 രൂപയുള്ളൂ പാവം അതിൻ്റെ കയ്യിൽ. അപ്പം അതിൽ കൂടുതലൊന്നും തരാൻ പറ്റില്ല. അതൊന്ന് മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു കാഴ്ചപ്പാട് കുറച്ചുകൂടെ ഒരു മോഡേൺ രീതി ആയിരിക്കാം, എല്ലാവർക്കും ഉൾക്കൊള്ളണം പറ്റണമെന്നില്ല. എന്നാലും കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ നോക്കിയാൽ ഓക്കെ. ഒരു പരിധി കൂടുതൽ എല്ലാം കൂടെ തലക്കേറ്റി ഇരുന്നാൽ ഒന്നും ജീവിതം ഒന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. കാരണം ഈ ആരൊക്കെ എത്ര നാളെ ജീവിക്കുന്നത് എന്താ ഉറപ്പ്? എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എത്രയോ 500 കൊല്ലം ജീവിക്കുന്നതാണ് ഓർത്തിരിക്കുന്നത്. ചുമ്മാതാ. കൂടെയുള്ളവരൊക്കെ, എൻ്റെ കൂടെയുള്ള എത്ര പേര് ഇപ്പോൾ ഇല്ലെന്നറിയാം. അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ കുറേ വെറുപ്പും ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് അത് നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ കുറേ രോഗം വരുത്തി നമ്മുടെ ഉറക്കം കളഞ്ഞ് എന്തിനാ അങ്ങനെ ജീവിക്കേണ്ട ആവശ്യം? പല കാര്യങ്ങളും മറക്കുന്നത് നല്ലതാണ്. വൈഫ് എപ്പോഴും പറയും നിങ്ങൾക്ക് പലതും ഓർമ്മയില്ലല്ലോ. അതെ, ശരിക്കും അതൊന്നും ഓർമ്മിക്കാത്തല്ലേ, കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഇമ്പോർട്ടൻസിൽ അതൊന്നും ഇല്ല, ഉള്ളിലേക്ക് എടുത്തിട്ടില്ല. ആ സാധനം ചിലപ്പോൾ രണ്ടാമത് പറയും ഇതെപ്പോൾ പറഞ്ഞു എന്ന് ഞാൻ ചോദിക്കും, പിന്നെയും ഇതല്ലേ എന്ന് പറഞ്ഞേ പറയാം. ഇല്ല, അതൊന്നും നമ്മുടെ തലയിൽ കയറുന്നില്ല. അപ്പം നമുക്ക് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കാൻ പാടില്ല. ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്തു, കുറച്ച് നെഗറ്റീവ് വരുന്നു, കുറേ പോസിറ്റീവ് വരുന്നു, അങ്ങനെ ഞാൻ ഒരു കമൻറ്റ് പോലും ഞാൻ നോക്കാറില്ല. ഒറ്റ ഒരെണ്ണം എന്താ ചോദ്യം എന്ന് പോലും നോക്കാറില്ല. കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. എന്തിനാ നമ്മളതും കേട്ട് നമ്മുടെ സ്വസ്ഥത നശിപ്പിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വേണ്ട. അപ്പം ആ ഒരു രീതിയിൽ അതുകൊണ്ട് തുല്യരാന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ ഓക്കെയാണ്. ബേസിക്കായിട്ട് പറയുന്ന ആരെയും നന്നാക്കരുത്, ആരെയും കറക്റ്റ് ചെയ്യാനും പോകരുത്, അവനവന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തങ്ങ് പോവുക, അതായിരിക്കും നല്ലത്.